ബേപ്പൂരിൽ ഇത്തവണ പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ് പി.വി. അൻവറും മുഹമ്മദ് റിയാസും. വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം പി.വി. അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ബേപ്പൂരിൽ എത്തിയിരുന്നു. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ വെച്ച് വി.ഡി. സതീശൻ ബേപ്പൂരുകാർക്ക് ചില വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ബേപ്പൂരിൽ പി.വി. അൻവർ വിജയിക്കുകയാണെങ്കിൽ ബേപ്പൂരുകാർക്ക് ഒരു സമ്മാനമുണ്ട് എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ആ സമ്മാനം എന്താണ് എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. ബേപ്പൂരിൽ നിന്ന് ഒരു മന്ത്രി നിയമസഭയിൽ ഉണ്ടാകുമോ UDF വിജയിക്കുകയാണെങ്കിൽ എന്ന ചോദ്യം വരുന്നു. പി.വി. അൻവർ വിജയിച്ചാൽ UDF അധികാരത്തിലെത്തിയാൽ ബേപ്പൂരിൽ നിന്ന് പി.വി. അൻവർ മന്ത്രിയാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും അതൊരു സസ്പെൻസ് ആയി തന്നെ നിൽക്കുകയാണ്. എന്താണ് സമ്മാനം എന്ന് അറിയേണ്ടവർക്ക് അറിയുമെന്നാണ് അൻവർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അത് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. വി.ഡി. സതീശൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് അൻവർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് അൻവർ വിജയിച്ചാൽ ബേപ്പൂരുകാർക്ക് ഒരു സമ്മാനം ഉണ്ടാകുമെന്ന് സതീശൻ പറഞ്ഞത്. ബേപ്പൂരിൽ താൻ ഉറപ്പായും വിജയിക്കുമെന്നും അൻവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. മുഹമ്മദ് റിയാസ് വികസിച്ചു എന്നത് മാത്രമാണ് നടന്നത്. റീൽസിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച ആളാണ് റിയാസ്. ഇതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നും അൻവർ പറയുന്നു. മരുമോനിസം പ്രയോഗം BJP ഉപയോഗിക്കുന്നത് തന്നെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല എന്നും അൻവർ തുറന്നടിക്കുകയാണ്. മുഹമ്മദ് റിയാസ് മരുമകൻ എന്ന നിലയ്ക്ക് സർക്കാരിൽ അമിതാധികാരം ഉപയോഗിക്കുകയാണ്. സർക്കാരിന്റെ പദ്ധതികൾക്ക് പണമില്ലാതെ വരുമ്പോൾ ടൂറിസം പദ്ധതികൾക്കെല്ലാം പണം ലഭിക്കുകയാണ്. മരുമോനിസം എന്ന പ്രയോഗത്തിൽ നിന്ന് താൻ പിന്നോട്ടില്ല എന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ബേപ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവായ പി.വി. അൻവറും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. രൂക്ഷമായ വാദപ്രതിവാദങ്ങളുമായാണ് രണ്ടുപേരും കളത്തിലിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇത്തവണ ബേപ്പൂർ പിടിച്ചെടുക്കുമെന്നാണ് പി.വി. അൻവർ പറയുന്നത്. അൻവറിന് അതിന് കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അങ്ങനെ ബേപ്പൂരിൽ നിന്ന് MLA ആയി അൻവർ ജയിക്കുകയാണെങ്കിൽ നിയമസഭയിൽ എത്തിയാൽ അവിടെ UDF സർക്കാരാണ് അധികാരത്തിൽ എത്തുന്നതെങ്കിൽ ഒരു സമ്മാനം വി.ഡി. സതീശൻ ബേപ്പൂരിലെ പി.വി. അൻവറിന് വേണ്ടി കാത്തുവെച്ചിട്ടുണ്ട്. അത് എന്താണ് എന്നുള്ള ചർച്ചകൾ നടക്കുകയാണ്.